മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 273 എപ്പിസോഡിൽ അഗാരിക്കസ് എന്ന അധ്യായത്തിൻ്റെ 4-ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സെക്ഷൽ ഫങ്ഷൻസിനെ ഈ ഔഷധം എങ്ങനെ ബാധിക്കുന്നു, ഏതൊക്കെ തരം സിംറ്റംസ് ഉണ്ടാക്കുന്നു, അതിൽ രണ്ടു കൂട്ടർക്കും പൊതുവായ സിംറ്റംസും വ്യത്യസ്തമായ സിംറ്റംസും ഏതൊക്കെ, ഈ ഒരു കാര്യത്തിൽ പെട്രോളിയം, പൾസാറ്റില, സെപ്പിയ തുടങ്ങിയ ഔഷധങ്ങളുമായി ഇതിനുള്ള ബന്ധം, സാധർമ്മ്യവും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളും, പിന്നെ അതിനേക്കാൾ ഉപരിയായി ഒരു ക്ഷയരോഗത്തിൻ്റെ പ്രവണത ഉള്ളവരിൽ എങ്ങനെയാണ് അഗാരിക്കസ് മനോഹരമായ ഫലം തരുന്നത് എന്ന് തൻ്റെ ട്യൂബർക്കുലിനത്തിൻ്റെ പ്രൂവിങ്ങിലുണ്ടായ ഒരു അനുഭവം വെച്ചുകൊണ്ട് കേന്ദ്രയോട് വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് വളരെയധികം ഉപകരിക്കുന്നൊരു കാര്യമാണത്. നമ്മുടെ സമൂഹത്തിൽ ഇന്നും നമ്പർ 1 കില്ലർ ഡിസീസ് എന്ന് പറയുന്നത് ക്ഷയരോഗമാണ്. അപ്പോൾ അതിൻ്റെ പ്രവണത ഒട്ടുമിക്ക മനുഷ്യരിലും, വിശേഷം മലയാളികളിലുണ്ട്. അത്തരം കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അഗാരിക്കസ് കേസുകൾ മനസ്സിലാക്കാനും അത് ഒരു സിമിലിമമാണെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് അവരെ ആ പ്രവണതയിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് സൗഖ്യപ്പെടുത്താനും നിങ്ങളെ സഹായിക്കും. കൂടാതെ കെൻ്റ് റൂട്ടീൻ പ്രിസ്ക്രൈബറെ ഇവിടെ വീണ്ടും എടുത്തു പറയുന്നുണ്ട്. എങ്ങനെ റൂട്ടീൻ പ്രിസ്ക്രിപ്ഷനിൽ നിന്ന് മറികടക്കാം എന്നതിൻ്റെ സൂചനകളും കെൻ്റ് ഇവിടെ തരുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ വിലപ്പെട്ട ഒരു എപ്പിസോഡാണിത്. നമുക്ക് ശ്രദ്ധാപൂർവം ശ്രമിക്കാം. ജെനിറ്റൽ ഓർഗൻസ് കോൾഡ് ആൻഡ് ഷ്രങ്കൺ, ഒരു തണുപ്പ്, ശൈത്യം ബാധിച്ച ജെനിറ്റൽ ഓർഗൻസിന് ശൈത്യമല്ല വേണ്ടത്. കമ്പാരിറ്റീവ് എക്സാമിനേഷൻ ഓഫ് ദ സിംറ്റംസ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്ഷൽ ഓർഗൻസ് ഷോ ദാറ്റ് ദ പ്രൂവിങ്സ് ഹാസ് നോട്ട് ബീൻ എക്സ്റ്റെൻസീവ്ലി മെയ്ഡ് ഓൺ ദ ഫീമെയിൽ സെക്ഷുവാലിറ്റിയുടെ കാര്യത്തിൽ പൂർണ്ണമായും ലക്ഷണങ്ങൾ പുറത്തു വന്നിട്ടില്ല. മെയിൽ സെക്ഷൽ സിംറ്റംസിൻ്റെ വെളിച്ചത്തിൽ ചിലതിനെ ഊഹിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മറ്റു ചില കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. But in the male, there are many symptoms which have an analogous condition in the female. In the male, symptoms are worse after coition. നേരത്തെ കണ്ടാണ് ലൈംഗിക ബന്ധത്തിന് ശേഷം അഗാരിക്കസ് പേഷ്യൻറ്റിൻ്റെ ലക്ഷണങ്ങൾ വർദ്ധിക്കുന്നു. ബട്ട് ജസ്റ്റ് ആസ് മാർക്ഡ് ഇൻ ദ ഫീമെയിൽ, ഇപ്പോൾ ഫീമെയിലും അതേ ഒരു ഡിഗ്രിയിൽ അത് പ്രതീക്ഷിക്കാം. കംപ്ലൈൻസ് ആഫ്റ്റർ സെക്ഷൽ എക്സൈറ്റ്മെൻറ്റ്, ഡിബോച്ച് എക്സെട്ര ഇൻ ദ വുമൺ, ഫെയിൻറ്റിങ് ഇൻ ദ മാൻ, വീക്ക്നെസ്. അപ്പോൾ ഈ ഡിബോഷ് എന്ന് പറയുന്നത് ഒരു ഉത്തേജനം തന്നെ, ലൈംഗികമായ ഉത്തേജനം അല്ല, അതുമാകാം. അതുകൂടാതെ മറ്റു തരത്തിലുള്ള അമിതമായ ആഹ്ലാദം, അമിതമായ ആഘോഷങ്ങൾ, നൃത്തം, ഇപ്പോൾ എല്ലാ ഉത്തേജനം ഉണ്ടാക്കുന്ന റോക്ക് ആൻഡ് റോൾ പോലുള്ള നൃത്തം, അങ്ങനെയൊക്കെയുള്ള ഉത്തേജനം, അല്ലെങ്കിൽ ഒരു മേളം, ചെണ്ടമേളമൊക്കെ കേട്ട് ചിലരൊപ്പം അതിനോടൊപ്പം നൃത്തം ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ. അതാണ് ഈ ഡിബോച്ച് എന്നുള്ളതുകൊണ്ട് ഇവിടെ വരുന്നത്. അപ്പോൾ സെക്ഷൽ എക്സൈറ്റ്മെൻറ്റും ഡിബോച്ചും കൊണ്ട് അതിന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? സ്ത്രീകളിലാണെങ്കിൽ തളർച്ച, ബോധക്ഷയം, മുഹാലസ്യം. പുരുഷന്മാരിലാണെങ്കിലോ തളർച്ച, ലൈംഗികമായിട്ടുള്ള തളർച്ചയോ പൊതുവെ ഫിസിക്കലായിട്ടുള്ള തളർച്ചയാകാം. The trembling and twitching or any of the agaricus symptoms may be worse after coition. ഇനി അഗാരിക്കസിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ നേരത്തെ കണ്ടാണ്. വിറയൽ, വലിച്ചുപോച്ചലൊക്കെ, ഇതും ലൈംഗികതയ്ക്ക് ശേഷം വർദ്ധിക്കാം. ബിക്കോസ് ദ സെക്ഷൽ ഫങ്ഷൻസ് ആർ റിലേറ്റഡ് ടു ദ കോഡ്. സുഷ്മനാ നാഡിയുമായിട്ട് ബന്ധപ്പെട്ട്, എല്ലാ നാഡികളിലും അതിൽ നിന്ന് പുറപ്പെടുന്നു. അതുകൊണ്ട് സുഷ്മനാ നാഡിയുമായിട്ടും ബന്ധപ്പെട്ടാണ് സെക്ഷൽ ഫങ്ഷൻസ് വരുന്നുള്ളത് എന്നതിനാൽ ഈ വിറയലും വലിച്ചുപോച്ചലുമൊക്കെ ഈ അഗ്രവേഷനിൽ വരും. ആഫ്റ്റർ coition aggravation വരും. Those suffering from spinal affections have distress after this act. അപ്പോൾ സ്പൈനൽ പ്രശ്നങ്ങളുള്ളവർക്ക് സെക്ഷൽ ആക്ടിന് ശേഷം വല്ലാത്ത പ്രയാസങ്ങൾ, ഡിസ്ട്രസ്, ഒരു വല്ലാത്ത വിഷമത്തിലായി പോകും. The male during coition, burning in the urethra comes from excoriation or a sense of hotness of the seminal fluid while being ejected, and hence can only be a symptom of the male. പുരുഷന്മാരെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയം, കാരണം സെമിനൽ ഇജാക്കുലേഷൻ, ബീജസ്ഖലനമായിട്ട് ബന്ധപ്പെട്ടത് പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ്.
അപ്പോൾ ആ സെമിനൽ ഫ്ലൂയിഡിൻ്റെ ഉഷ്ണം കൊണ്ടോ അല്ലെങ്കിൽ അത് ഈ സ്പർശിക്കുന്ന ഭാഗങ്ങളെ ദ്രവിപ്പിക്കുന്ന സ്വഭാവം, ഒരു അസിഡിക് നേച്ചർ വർദ്ധിക്കുന്നത് കൊണ്ടോ യുറേത്രയിൽ പൊള്ളലുണ്ടാകുന്നു ലൈംഗിക ബന്ധത്തിന് ശേഷം. അത് പുരുഷന്മാരെ മാത്രം ബാധിക്കുന്നത്. ബേണിംഗ് ഇൻ ദ പ്രൊസ്റ്റേറ്റ് ഡ്യൂറിങ് ഇജാക്കുലേഷൻ, ബീജസ്ഖലനത്തിന് സമയത്ത് പ്രൊസ്റ്റേറ്റ് ഗ്രന്ഥിയിലും പൊള്ളൽ. വയലന്റ് സെക്ഷൽ എക്സൈറ്റ്മെന്റ് ബിഫോർ ആൻഡ് ഡ്യൂറിങ്, ബട്ട് അറ്റ് ദ ടൈം ഓഫ് ഇജാക്കുലേഷൻ ദ ഓർഗസം ഈസ് വാണ്ടിങ്. ഇറ്റ്സ് എ പാസീവ് ആൻഡ് പ്ലഷർലെസ് ഇജാക്കുലേഷൻ. വലിയൊരു പ്രശ്നം, നിരവധി പേരെ ബാധിക്കുന്ന പ്രശ്നം. നേരത്തെയും പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്നാൽ അതിനൊരു സവിശേഷതയുണ്ട്. സെക്ഷൽ ആക്ടിന് അല്ലെങ്കിൽ ബീജസ്ഖലനത്തിന് മുൻപും അതിന് സമയത്തും വല്ലാതെ ലൈംഗിക ഉത്തേജനമുണ്ട്. പക്ഷേ ഈ ബീജസ്ഖലന നടക്കുന്ന സമയത്ത് അതിനോടനുബന്ധിച്ചുണ്ടാകേണ്ട സ്വാഭാവികമായ ആ ഒരു ഓർഗാസം ഉണ്ടാകുന്നില്ല. അത് കൃത്യമായിട്ടത് മനസ്സിലാക്കുക. ഇജാക്കുലേഷൻ സംഭവിക്കുന്നുണ്ട്, സെക്ഷൽ എക്സൈറ്റ്മെൻറ്റ് ആ സമയത്തും അതിന് മുൻപും ഉണ്ട്. പക്ഷേ ഇജാക്കുലേഷൻ അനുബന്ധിച്ച് ഓർഗാസം ഉണ്ടാകുന്നില്ല. അത് കൃത്യമായിട്ട് അഗാരിക്കസിൽ വരുന്നുണ്ടത്. ദിസ് ഒക്കേഴ്സ് ഇൻ മെൻ വിത്ത് സ്പൈനൽ വീക്ക്നെസ്, നെർവസ് മെൻ ഹു ഹാവ് ടിംഗ്ലിംഗ് ആൻഡ് ക്രോളിംഗ് ഓൾ ഓവർ. അഗാരിക്കസിൻ്റെ ലക്ഷണങ്ങളാണ് ടിംഗ്ലിംഗ് ആൻഡ് ക്രോളിംഗ്, ശരീരം മുഴുവൻ ഉറുമ്പോ പുഴുവോ ഒക്കെ നിറച്ചു നടക്കുന്ന പോലുള്ള അനുഭവം. അങ്ങനെയുള്ള ഈ നാഡീസംബന്ധമായ പ്രശ്നങ്ങളുള്ള നെർവസ് ആയിട്ടുള്ള ആളുകളിൽ, സുഷുമ്നാനാഡിക്ക് ക്ഷീണമുള്ള വീക്ക്നെസ് ഉള്ള പുരുഷന്മാരിൽ ഇതുണ്ടാകും. ഇറ്റ് കംസ് ഇൻ ദ ക്യൂർ ഓഫ് ഓൾ കാറ്ററൽ ഡിസ്ചാർജ് ഫ്രം ദ യുറേത്ര, ക്രോണിക് ഗൊണേറിയ, ഗ്ലീച്ച്, ആഫ്റ്റർ ഓൾ സോർട്സ് ഓഫ് ലോക്കൽ ട്രീറ്റ്മെന്റ് ഹാവ് ബീൻ യൂസ്ഡ്. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ചികിത്സയിൽ കൃത്യമായിട്ടൊക്കെ ചികിത്സയൊക്കെ ചെയ്തിട്ട് അവിടെ നേരിടുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടോ. പഴകിയ കാറ്റാറൽ ഡിസ്ചാർജ്, യുറേത്രയിൽ നിന്നുള്ള കാറ്റാറൽ ഡിസ്ചാർജ് ഗൊണേറിയയിലൊക്കെ സംഭവിക്കുന്ന പോലെ പഴകിയ സ്ഥായിയായ ഗൊണേറിയയിൽ നിറവില്ലാത്ത ദ്രാവകത്തിന് ഡിസ്ചാർജ് ഉണ്ടാകുന്ന പഴകിയ കേസുകളിൽ ലോക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ട്, ഇതിനൊക്കെ ഓയിൻമെൻറ്റോ ഇഞ്ചക്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഹോമിയോപ്പതിയിലേക്ക് വരുന്നു. കൃത്യമായിട്ടുള്ള ഔഷധം കണ്ടെത്തുന്നു, ചികിത്സിക്കുന്നു. അവരുടെ ഒരു ഹീലിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സിൽ, ആ ഒരു പ്രക്രിയ സമയത്ത് ഈ ഒരു പ്രശ്നം വരും. ഈ ഒരു സ്പൈനൽ വീക്ക്നെസ്സും മറ്റുമൊക്കെ ഉണ്ടായിട്ട് ഈ ലൈംഗിക പ്രശ്നം വരും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല. ബാബുച്ചേട്ടൻ്റെ പഴയൊരു കേസ്, അദ്ദേഹം ഉത്തരേന്ത്യയിൽ എവിടെ ജോലി ചെയ്യുന്ന സമയത്താണ്. ഒരു സഹപ്രവർത്തകൻ, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അയാൾക്ക് ബാബുച്ചേട്ടൻ ഇതൊരു കേസ് സ്റ്റഡി ചെയ്തു. ഔഷധം ഞാൻ ഓർക്കുന്നില്ല, ആഴ്സാൽബാണെന്നെ ഒരു ഓർമ്മ. അത് കൊടുത്ത ശേഷം അയാളെ പ്രശ്നങ്ങളൊക്കെ, പല പ്രശ്നങ്ങളൊക്കെ മാറി. പക്ഷേ വലിയൊരു പരാതി. എന്താണ് പരാതി എന്ന് ചോദിച്ചാൽ, അയാൾക്ക് സിഗരറ്റ് വലിക്കാൻ തോന്നുന്നില്ല. സിഗരറ്റ് സ്ഥിരം വലിക്കുന്ന ആളായിരുന്നു. പരാതി എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമില്ലെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത്, എൻ്റെ ഒരേ ഒരു സന്തോഷം അതായിരുന്നു. എൻ്റെ ഒരേ ഒരു സന്തോഷം പുകവലിയായിരുന്നു. അത് നടക്കുന്നില്ല, പുകവലിക്കാൻ തോന്നുന്നില്ല. നിങ്ങളുടെ മരുന്ന് കൊണ്ടാണോ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആള് വല്ലാതെ ചൂടായെന്നാണ് പറയുന്നത്. അവശനും വല്ലാതെ ധർമ്മസങ്കടത്തിലായിപ്പോയി. വളരെ കഷ്ടപ്പെട്ട് കേസ് സ്റ്റഡി ചെയ്ത്, ഇതൊക്കെ വെറുതെ ചെയ്യുന്നതാണ്. ഇത് സാമ്പത്തിക നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല, ചെയ്യുന്നതാണത്. ഒരു മനുഷ്യനെ സഹായിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അയാൾക്ക് ഗുണകരമായ കാര്യമാണ്. അയാളുടെ ഒരു കറപ്ഷൻ, അയാളുടെ ഒരു അബ്യൂസ് അതില്ലാതായി. വേറെ ഘട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ആർണിക്കയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, എൻ്റെ സുഹൃത്ത് ഡോക്ടർ ഷാനായി വെറുതെ ഒരു ഇഞ്ചുറി കേസിന് ആർണിക്ക കൊടുത്താണ്. ഞങ്ങളിവിടെ സ്ഥിരം വൈകുന്നേരമൊക്കെ കൂടുന്ന ഒരു അല്പം പ്രായം കൂടിയ ഒരാളാണ്. അയാൾക്ക് പിന്നീട് പുകവലിക്കാൻ തോന്നുന്നില്ല. പിന്നീട് ആർണിക്കയെക്കുറിച്ച് പല മെറ്റീരിയൽ മേടിക്കാൻ തപ്പിക്കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ലക്ഷണം അവിടെ ഉണ്ട്. അവിടെ കറക്റ്റ് ആ ഒരു സെൻസിറ്റിവിറ്റി ഉണ്ടായിരുന്ന സമയത്ത്, സെൻസിറ്റിവിറ്റി അല്ല, സസെപ്റ്റിബിൾ ആയിരുന്ന സമയത്ത്, ആ സസെപ്റ്റിബിലിറ്റിയുടെ സമയത്ത് അത് കയറി അവിടെ ആക്ട് ചെയ്തു. പിന്നീട് ഇന്ന് വരെ എനിക്ക് ആളെപ്പോഴും അറിയാം, ഇന്നുവരെ പുകവലിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കും. ഈ പറയുന്ന പഴയ കേസ് അയാളത് നല്ല കാര്യമായിട്ടാണ് നടന്നത്. പക്ഷേ ഇവിടെ ബാബുച്ചൻ്റെ കേസിൽ അത്
വിമർശനം ഉണ്ടാക്കി. അപ്പം ഇവിടെയും അതിന് സമാനമായ സംഭവമാണ്. ഒരു പഴകിയ ഗൊണേറിയയുടെ അതേപോലുള്ള അത്തരം ഡിസ്ചാർജസിൻ്റെ കേസ് ട്രീറ്റ് ചെയ്ത് ക്യൂർ സംഭവിക്കുമ്പോൾ ഒരു ലൈംഗിക പ്രശ്നം, അയാൾക്കൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ ഓർഗസം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തല്ലാൻ വരും. അപ്പോൾ ഹോമിയോപ്പതി നേരിടുന്ന ചില പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഇതിനൊക്കെ വളരെ ഉചിതമായി നമ്മൾ മുൻകൂട്ടി അവരെ ബോധവൽക്കരിച്ച് അതിനെ നമ്മൾ മറികടക്കാൻ ശ്രമിക്കാനേ പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മൾ വിമർശനം നേരിടേണ്ടിയും വരും. ദ പീനിസ് ഈസ് കോൾഡ് ആൻഡ് ഷ്രങ്കൺ. പീനിസ് പുരുഷ ലൈംഗികാവയവം തണുത്ത് ചുരുങ്ങിപ്പോകുന്നു. എക്സസീവ്ലി പെയിൻഫുൾ റിട്രാക്ഷൻ ടെസ്റ്റസിൽ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒരു പേടി സ്വപ്നമായിരുന്നു. ഏതോ ഒരു കുട്ടിക്ക് എന്തോ ഒരു കളിയുടെ സമയത്തോ മറ്റോ ആരുടെയോ കയ്യോ കാലോ എന്തോ തട്ടിയിട്ട് ടെസ്റ്റസിൻ്റെ റിട്രാക്ഷൻ ഉണ്ടായി. പ്രാണവേദന കണ്ടതെന്ന് ഓർക്കുന്നുണ്ട്. ആളെ പൊക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ ഡോക്ടറില്ല. പിന്നെ അവിടെ നിന്ന് പുറത്ത് എറണാകുളത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അന്ന് ഫെറിയാത്ത അരമണിക്കൂറൊക്കെ നിൽക്കണം. പിന്നീട് അവൻ തിരിച്ചു വന്ന ശേഷം അയാളുടെ പ്രാണവേദന പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ അത് തന്നെ എക്സസീവ്ലി പെയിൻഫുൾ, മിതമായ വേദനകൾ. എനിക്കിപ്പോഴും അത് കേൾക്കുമ്പോൾ ആ കൂട്ടുകാരൻ ഈ പ്രശ്നമൊക്കെ കഴിഞ്ഞ് വന്ന് പറഞ്ഞു കൊടുക്കും, ഒരു മനുഷ്യൻ ഒരു കുട്ടിക്കും ഈ ഒരു പ്രശ്നം വന്നേക്കരുത് എന്ന് പ്രാർത്ഥിച്ചു പോയി. അത്രക്ക് പ്രയാസമായിരുന്നു. ഇവിടെ അതുപോലെ തന്നെയാണ്. എക്സസീവ്ലി പെയിൻഫുൾ റിട്രാക്ഷൻ ഇൻ ദ ടെസ്റ്റസ് ഇൻ ഓൾഡ് ഗ്ലീറ്റി ഡിസ്ചാർജ് വേർ there is a continued itching, tingling in the urethra and the last drop will remain. അപ്പോൾ പഴകിയ നിറമില്ലാത്ത ആ ഡിസ്ചാർജ്, ഗുണരുടെയും മഞ്ഞ ഡിസ്ചാർജ് മാതിരില്ല, വെള്ളം പോലുള്ള ഡിസ്ചാർജ്, ആ കണ്ടീഷനിൽ യുറേത്രയിൽ ചൊറിച്ചിലും ആ ഒരു ഇക്കിളി പോലുള്ള അനുഭവം ഉണ്ടാകുന്നു. അവസാനത്തെ തുള്ളി പോകാതെ മൂത്രം പോകാതെ നിൽക്കുന്നു. എന്നിട്ട് ഈ ഡിസ്ചാർജിങ് ഇങ്ങനെ തുടർന്ന് നിൽക്കുന്നൊരു സമയം. അവസാനത്തുള്ളി മൂത്രം എന്നൂടെ പറയുന്നില്ല, ഡിസ്ചാർജ് ആകാം, മൂത്രമാകാം. There are 2 remedies better for this than many others, petroleum and agaricus. ഈ ഒരു കണ്ടീഷനിൽ ഡിസ്ചാർജ് മുഴുവൻ പോകാതെ അവസാനത്തുള്ളി എന്നിട്ട് ഈ ചൊറിച്ചിലും ഇക്കിളിയും പോലെയൊക്കെയുള്ള അനുഭവം ഉണ്ടാകുന്ന അവസ്ഥയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വരുന്നത് പെട്രോളിയവും അഗാരിക്കസും. പെട്രോളിയം ഇവിടെ ഇറ്റാലിക്സിലാണ്. The routine prescribed always thinks of Pulsatilla, Sepia, etc. for bearing down pains in the female. But in a woman with spinal irritation, etc., with the dragging down sensation as if the parts would drop in the world, this remedy is of the best. Routine prescriber. പലരും ഈ പുസ്തകത്തെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ പലരും പറഞ്ഞിട്ടുള്ള വിമർശനം, എൻ്റെ റൂട്ടീൻ പ്രിസ്ക്രൈബറെ വിമർശിക്കുന്നു എന്നുള്ള പേരിൽ നല്ലൊരു പങ്ക് ഹോമിയോപാത്തിനെയും വിമർശിക്കുന്നു, അവരെ തരം താഴ്ത്തുന്നു എന്നൊക്കെ. വാസ്തവത്തിൽ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഈ പുസ്തകം മുഴുവൻ വളരെ ശ്രദ്ധാപൂർവം പലവട്ടം വായിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ ആരെയും തരം താഴ്ത്താനോ ആരെയും അപമാനിക്കാനോ ഉദ്ദേശിച്ച് കെൻഡ് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. ചില ഭാഗങ്ങളിൽ രൂക്ഷമായ വിമർശനം അദ്ദേഹം പറയുന്നുണ്ട്. അത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ഹോമിയോപാത്തിനെ തിരുത്താൻ വേണ്ടിയിട്ടാണ്. വഴിതെറ്റിപ്പോയ അല്ലെങ്കിൽ തെറ്റായ മാർഗത്തിലേക്കായിപ്പോയ ആളുകളെ ആ ട്രൂ പ്രിസ്ക്രൈബറുടെ ഒരു പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വിമർശനങ്ങൾ പലപ്പോഴും ഉന്നയിക്കുന്നത്. ഇവിടെ റൂട്ടീൻ പ്രിസ്ക്രൈബ് എന്ന് പറയുന്നതും ആ ഒരു പോസിറ്റീവ് വിമർശനമായിട്ട് എടുത്താൽ മതി. റൂട്ടീൻ പ്രിസ്ക്രൈബർ ബിയറിംഗ് ഡൗണിനെ കുറിച്ച്, ഈ റിട്രാക്ഷനെ കുറിച്ചും മറ്റുമൊക്കെ പറയുമ്പോൾ പൾസാറ്റില്ല റൂട്ടീൻ എന്ന രീതിയിൽ കൊടുക്കാം. ചിലപ്പോൾ സെപ്പിയ അങ്ങനെയുള്ള സാധനങ്ങൾ റൂട്ടീനായിട്ട് കൊടുക്കുന്ന പ്രവണത ഉണ്ട്, ഇപ്പോൾ ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് പിൻവാങ്ങണം. ആ പേഷ്യൻ്റെ ഒരു ജനറൽ കണ്ടീഷൻ നോക്കണം. ഇവിടെ എന്താണ് സ്പൈനൽ ഇറിറ്റേഷൻ അഗാരിക്കസിൻ്റെ ഒരു സ്ഥായിയായൊരു ഭാവമാണ്, ഒരു പൊതു സ്വഭാവമാണ്. അപ്പം അങ്ങനെയുള്ളവരിൽ കൊണ്ടുപോയി സെപ്പിയ കൊടുത്തിട്ട് എന്ത് കാര്യം, അല്ലെങ്കിൽ പൾസാറ്റില കൊടുത്തിട്ട് എന്ത് കാര്യം? അവർക്ക് അഗാരിക്കസ് തന്നെ കൊടുക്കണം. അപ്പോൾ ടോട്ടാലിറ്റി എന്നുള്ള അല്ലെങ്കിൽ ജനറാലിറ്റി എന്നുള്ള ആ ഒരു ആശയം ഹോമിയോപ്പതിയുടെ ഫണ്ടമെൻ്റലായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. ലക്ഷണങ്ങളുടെ സമുച്ചയം, ലക്ഷണങ്ങളുടെ സംഘാതം, ലക്ഷണങ്ങളുടെ കൂട്ടായ്മ, ടോട്ടാലിറ്റി, അത് സാമുൽ ഹനിമാൻ തന്നെ പ്രാഥമിക പാഠമായിട്ട് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതിൽ നിന്നൊരു വ്യതിയാനം വന്നിട്ട് പിന്നെ തിരുത്താൻ ശ്രമിക്കുന്നവരെ
നമ്മൾ കുറ്റം പറയുന്നൊരു കാര്യമില്ല. ഇവിടെയും റൂട്ടീൻ പ്രിസ്ക്രൈബർ എന്ന് പറയുന്നത് അങ്ങനെ ആണെന്നുള്ള തോന്നുന്നവർ തിരുത്താൻ വേണ്ടി എടുക്കുക, അത്രയേ ഉള്ളൂ. സെൻസേഷന് ഈ ആന്തരിക അവയവങ്ങൾ ഗർഭാത്രവും മറ്റുമൊക്കെ പുറം ലോകത്തേക്ക് തള്ളിപ്പോകും. എത്രത്തോളം രൂക്ഷമായൊരവസ്ഥ. അങ്ങനെ തോന്നുന്ന ആളുകൾ അഗാരിക്കസ് കേസ് ആണെങ്കിൽ അഗാരിക്കസ് തന്നെ കൊടുക്കണം. ദിസ് റെമഡി ഈസ് ദ ബെസ്റ്റ്. അങ്ങനെയുള്ള ഒരു സ്പൈനൽ ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ ഇതാണ് ബെസ്റ്റ്. ദോ സ്ലെൻഡർ നെർവസ് റെസ്റ്റ്ലെസ് വുമൺ വിത്ത് ടിംഗ്ലിംഗ് ആൻഡ് ക്രീപ്പിംഗ് മസ്റ്റ് ഹാവ് അഗാരിക്കസ്. തുടർന്ന് കണ്ട് പറയുകയാണ്, ഈ ടിംഗ്ലിങ്ങും ഇച്ചിങ്ങും ഒക്കെ ഉള്ള സ്ലെൻഡർ ആയിട്ടുള്ള നെർവസ് ആയിട്ടുള്ള ഇങ്ങനെ നേർത്തിരിക്കുന്ന നെർവസ് ആയിട്ടുള്ള സ്ത്രീകൾ കുറിച്ച് അറിയാതെ ചിന്തിച്ചു പോവും, ചിലപ്പോൾ കൊടുത്തു പോവും. പക്ഷേ സെപ്പി എവിടെ കിടക്കുന്നു, അഗാരിക്കസ് എവിടെ കിടക്കുന്നു. റെസ്റ്റ്ലെസ് വുമൺ, ടിംഗ്ലിങ്ങും ക്രീപ്പിങ്ങും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് അഗാരിക്കസിൻ്റെ ജനറൽ സിംറ്റംസ് ഉണ്ടെങ്കിൽ മസ്റ്റ് ഹാവ് അഗാരിക്കസ്. അവിടെ അഗാരിക്കസ് കൊടുത്തേ പറ്റൂ. ഇത്തരം അവസ്ഥകളിലൊക്കെ സെപ്പിയെയും മറ്റുമൊക്കെ സ്വാഭാവികമായിട്ട് ചിന്തിക്കുകയും സെപ്പിയെ കൊടുക്കുകയും സെപ്പിയെ കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ചിന്തിക്കണം, അതല്ല ഹോമിയോപ്പതി. എന്തെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങളല്ല, 2-3 ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് ഒരു ഔഷധത്തിലേക്ക് എത്തുന്നതല്ല ഹോമിയോപ്പതി. ഹോമിയോപ്പതി ടോട്ടാലിറ്റിയാണ്. ആ രോഗിയുടെ സമഗ്രത, മാനസികവും ശാരീരികവും ഭൗതികവും ഇച്ഛാശക്തിയുടെ മണ്ഡലത്തിലുള്ളതുമായ ലക്ഷണങ്ങളുടെ സമഗ്രത, അതിനോട് യോജിക്കുമ്പോഴാണ് എന്ത് പ്രശ്നങ്ങളും ആന്തരിക അവയവങ്ങൾ ഗർഭാത്രവും മറ്റുമൊക്കെ പുറം ലോകത്തേക്ക് തള്ളിപ്പോകും. ആ കെൻഡുവിങ്ങിന് വാക്കുകൾ ഇത് ദ ഓപ്പൺ വേൾഡ്. അത്രക്ക് മോശമായ അവസ്ഥകളിലും ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എങ്കിൽ മസ്റ്റ് ഹാവ് അഗാരിക്കസ്, അല്ലെങ്കിൽ മറ്റേതാണ് മസ്റ്റ് ഹാവ് ദാറ്റ് റെമഡി. ഡ്യൂറിങ് മെൻസസ്, ഹെഡ് ഏക്ക്, ടൂത്ത് ഏക്ക് എക്സെട്ര. ആർത്തവ സമയത്ത് പല്ലുവേദന, തലവേദനയൊക്കെ ഉണ്ട്. ഓൾ ദ ജനറൽ സിംപ്റ്റംസ് ആർ വേഴ്സ് ഡ്യൂറിങ് ദ മെൻസ്ട്രൽ പീരീഡ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ആർത്തവത്തിന് സമയത്ത് അഗാരിക്കസ് പേഷ്യൻ്റെ ജനറൽ സിംപ്റ്റംസ് എല്ലാം വർദ്ധിക്കും. നോട്ട് ടു എനി ഗ്രേറ്റ് എക്സ്റ്റെന്റ് ബിഫോർ ഓർ ആഫ്റ്റർ. ആർത്തവത്തിന് മുൻപും പിൻപും അത്രയ്ക്ക് വർദ്ധിക്കില്ല, ആർത്തവത്തിൻ്റെ സമയത്താണ് വല്ലാതെ വർദ്ധിക്കുന്നത്. അഗ്രവേഷൻ ഓഫ് ദ ഹാർട്ട് സിംപ്റ്റംസ് ആൻഡ് പ്രൊലാപ്സസ് ജസ്റ്റ് അറ്റ് ദ ക്ലോസ് ഓഫ് ദ മെൻസസ്. ആർത്തവം അവസാനിക്കാൻ പോകുന്ന സമയത്ത് ഹൃദയ സംബന്ധമായ ലക്ഷണങ്ങളും നേരത്തെ പറഞ്ഞ പ്രൊലാപ്സസ്, ഗർഭാശയത്തിൽ മറ്റൊക്കെ തള്ളിപ്പോരുന്നൊരവസ്ഥ, അതൊക്കെ ആ ലക്ഷണങ്ങളൊക്കെ വർദ്ധിക്കും എപ്പോഴാണ് ആർത്തവം അവസാനിക്കാൻ പോകുമ്പോൾ. ലുക്കറിയ വെരി പ്രൊഫ്യൂസ്, ഡാർക്ക്, ബ്ലഡി, ആക്രിഡ്, എക്സ്കോറിയേറ്റിംഗ് ഇൻ പാർട്സ്. വെള്ളപ്പോക്ക് വല്ല അമിതമാണ്, ഇരുണ്ട നിറമുണ്ട്, രക്തം കലർന്നതാണ്, അത് സ്പർശിക്കുന്ന ഭാഗങ്ങളിൽ തൊലി പോകും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ദ റെമഡി ഹാസ് ബീൻ മെൻഷൻഡ് ഇൻ റിലേഷൻ ടു ഫ്ലൂറിക് ആസിഡ്. ഫ്ലൂറിക് ആസിഡുമായിട്ട് ഇവിടെ കമ്പാരിസൺ ഉണ്ട്. ഈ എസ്കോറിയേഷൻ എന്നുള്ളത് ഫ്ലൂറിക് ആസിഡിൻ്റെ ഒരു സംഭവമാണല്ലോ. There are many points of relation. There are like each other in the leucorrhea, especially copious and acrid, so acrid that it keeps the parts raw and irritated around the genitals and the patient can't walk. അവിടെ ഇറിറ്റേഷൻ ഉണ്ടാകും, തൊലി പോയിട്ട് വെള്ളമൊക്കെയുണ്ടായി അവിടെ ആ സെക്ഷൽ ഓർഗൻസിലും തുടയിലും മറ്റുമൊക്കെ തൊലി പോയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ, അത്രയ്ക്ക് രൂക്ഷമായ അവസ്ഥ. ഫ്ലോറിക് ആസിഡ് എന്നൊക്കെ അറിയാമല്ലോ, ഏറ്റവും അധികം ഇലക്ട്രോനെഗറ്റിവിറ്റിയുള്ള എലമെൻ്റാണ് ഫ്ലോറിൻ. ഫ്ലോറിക് ആസിഡ് ഏറ്റവും അധികം ദ്രവിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു എലമെൻ്റ്, ആ ഒരു നേച്ചർ ഹോമിയോപ്പതിക് മെഡിസിനൽ പ്രിപ്പറേഷൻ വരും. നടക്കാൻ പറ്റാത്ത തരത്തിൽ ലുക്കോറിയ കൊണ്ട് പ്രശ്നങ്ങളുണ്ടാവും. അത് ഫ്ലോറിക് ആസിഡും അഗാരിക്കസും സമാനമാണ്. ഇൻ ഫ്ലോറിക് ആസിഡ് ദർ ഈസ് വിത്ത് ദ നെർവസ് സിംപ്റ്റംസ് ഹെഡേക്ക് അമീൽഡ് ബൈ പാസിംഗ് യൂറിൻ. ഫ്ലോറിക് ആസിഡിൽ വേറെ സവിശേഷത, ഫ്ലോറിക് ആസിഡിനോട് എഴുതി വെക്കണ ഈ കാര്യം, മൂത്രം ഒഴിക്കുന്ന സമയത്ത് തലവേദനയ്ക്ക് ശമനം. തലവേദനയുള്ളതാണ് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ശമനം കിട്ടും ഫ്ലോറിക് ആസിഡിൽ. ഓർ ഹെഡേക്ക് ഇഫ് യൂറിനേഷൻ ഈസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി അറ്റൻഡ് ടു. ഇനി മൂത്രം ഒഴിക്കാൻ തോന്നിയിട്ട് അത്ര പെട്ടെന്ന് മൂത്രമൊഴിക്കാൻ പറ്റില്ല, യാത്രയിലോ മറ്റൊക്കെയാണ് മൂത്രമൊഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പോൾ തലവേദന വരും. വിത്ത് കോപ്പിയസ് ആക്രിഡ് എസ്കോറിയേറ്റിംഗ് ലൂക്കറിയ. അത്തരം ആളുകളിൽ അമിതമായിട്ടുള്ള ദ്രവിപ്പിക്കുന്ന വെള്ളപ്പൊക്കമുണ്ട്. ഇനി ചെസ്റ്റ് സിംപ്റ്റംസ്. അഗാരിക്കസ് ഈസ് എ ഗ്രേറ്റ് റെമഡി ഇൻ ചെസ്റ്റ് ട്രബിൾസ്, ദോ സെൽഡം തോട്ട് ഓഫ്. ചെസ്റ്റിൻ്റെ കാര്യത്തിൽ അഗാരിക്കസിനെ കുറിച്ച് അങ്ങനെ എപ്പോഴും ആളുകൾ ചിന്തിക്കാറില്ല, പക്ഷേ വളരെ നല്ലൊരു ഔഷധമാണ്. ഹിന്ദ് തുറന്നു പറയുന്ന കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഒന്നാം തരം ഔഷധമാണ്. ക്ഷയരോഗത്തിൻ്റെ പ്രവണതയുള്ളവരിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ഹസ് ക്യൂർഡ് വാട്ട് സീം ടു ബി കൺസെപ്ഷൻ
സീം ടു ബി, കൺസെപ്ഷൻ എന്ന് പറയുന്നത് തൈസിസ് എന്നൊക്കെ പറയുന്നത് പണ്ട് കാലത്ത് ട്യൂബർക്കുലോസിസ് എന്നുള്ള വാക്കിന് പകരം ഉപയോഗിച്ചിരുന്ന വാക്കുകളാണ്. അപ്പം ക്ഷയരോഗമാണെന്ന് തോന്നിയ ഒരവസ്ഥ, ക്ഷയരോഗമാണോ ഇല്ലയോ എന്നുള്ളത് അല്ല, ക്ഷയരോഗത്തിന് ലക്ഷണങ്ങളുള്ള ഒരവസ്ഥ, ശരീരം വല്ലാതെ ശോഷിക്കൽ, രാത്രി പനി, അങ്ങനെയൊക്കെയുള്ള ആ ഒരു ക്ഷയരോഗത്തെക്കുറിച്ചൊരു ധാരണ, ചുമയും ചുമച്ചു തുപ്പലും മറ്റുമൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിൽ അഗാരിക്കസ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. കാറ്ററൽ കണ്ടീഷൻസ് ഓഫ് ദ ചെസ്റ്റ് വിത്ത് നൈറ്റ് സ്വെറ്റ്സ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ദ നെർവസ് സിംറ്റംസ്. നൈറ്റ് സ്വെറ്റ്, രാപ്പനിയും രാത്രി വിയർക്കലൊക്കെ പണ്ട് കാലത്ത് ക്ഷയരോഗികൾക്ക് പറഞ്ഞു കേട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ എന്താണ്, അഗാരിക്കസിൻ്റെതായിട്ടുള്ള നെർവസ് സിംറ്റംസ് കൂടി ഉണ്ടെങ്കിൽ അഗാരിക്കസിനെ സുഖപ്പെടുത്തും. വയലന്റ് കോഫ് ഇൻ ഐസൊലേറ്റഡ് അറ്റാക്സ് എൻഡിങ് ഇൻ സ്നീസിങ്. ഇടക്കിടക്ക് വരുന്നു, വല്ലാത്ത ചുമ വരുന്നു, അവസാനം ഒരു തുമ്മലിലൊന്നും അവസാനിക്കുന്നു. കൺവൾസീവ് കോഫ് വിത്ത് സ്വെറ്റ് ടുവേർഡ്സ് ഈവനിങ് വിത്ത് ഫ്രീക്വന്റ് പൾസ്, expectoration of pus-like mucus, worse in the mornings and when lying on the back. കൺവൾസീവ് കോഫ്, വലിച്ചുകോച്ചിലുണ്ടാകുന്ന തരത്തിലുള്ള ചുമ, സന്ധ്യയാകുമ്പോൾ വിയർപ്പ്, ക്ഷയരോഗികൾക്ക് പറയുന്ന കാര്യങ്ങളാണ്. ഫ്രീക്വന്റ് പൾസ്, നാഡീസ്പന്ദം വർദ്ധിക്കുന്നു, പഴുപ്പ് പോലുള്ള കഫം ചുമച്ചു തുപ്പുന്നു, അത് പ്രഭാതത്തിൽ വർദ്ധിക്കുന്നു, നിവർന്ന് കിടക്കുമ്പോൾ വർദ്ധിക്കുന്നു. ഈ ഒരു ക്ഷയരോഗികളൊക്കെ പറയുന്നൊരവസ്ഥ അഗാരിക്കസ് വരുന്നുണ്ട്. ആഡ് ടു ദിസ് ദ സിംറ്റംസ് ഓഫ് അഗാരിക്കസ് ആസ് ഡിസ്ക്രൈബ്ഡ് ആൻഡ് അഗാരിക്കസ് വിൽ ടേക്ക് ഹോൾഡ് ഓഫ് ദാറ്റ് കേസ്. കണ്ടോ, ഇതിനോടൊപ്പം അഗാരിക്കസിൻ്റെ ലക്ഷണങ്ങളെ ചേർക്കുക. അപ്പം എല്ലാ ക്ഷയരോഗികൾക്കും എന്നുള്ളതല്ല, ക്ഷയരോഗത്തിൻ്റെതായിട്ടുള്ള പൊതുവെ ക്ഷയരോഗികൾ കാണുന്ന ഇത്തരം ലക്ഷണങ്ങളോടൊപ്പം അഗാരിക്കസിൻ്റെ ലക്ഷണങ്ങൾ, അഗാരിക്കസിൻ്റെ ജനറൽ കണ്ടീഷൻസും കൂടി ചേർത്ത് കാണുകയാണെങ്കിൽ അവിടെ അഗാരിക്കസാണ്. അത്തരം കേസുകൾ കൊണ്ട് ട്യൂബർക്കുലിനം കൊടുത്തുകൊണ്ടോ ബാസിലിനോ അങ്ങനെ എന്തെങ്കിലും ഈ റൂട്ടീൻ സാധനങ്ങൾ കൊണ്ടേ കൊടുത്തുകൊണ്ടോ കാര്യമില്ല. അഗാരിക്കസിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നെങ്കിൽ പേടിക്കേണ്ട, അഗാരിക്കസ് ഇതിനെ സുഖപ്പെടുത്തുമോ എന്ന് വിചാരിച്ച് അത്ഭുതപ്പെടേണ്ട, ധൈര്യമായിട്ട് കൊടുക്കാം എന്നാണ് എൻ്റെ പറയുന്നത്. അഗാരിക്കസ് വിൽ ടേക്ക് ഹോൾഡ് ഓഫ് ദാറ്റ് കേസ്. കേസ് ഓഫ് ഇൻസിപ്പിയൻ തൈസിസ്, ക്ഷയരോഗം വരാൻ പോകുന്നു, അയാൾ ക്ഷയരോഗിയെ തീരും. ഇറ്റ് ക്ലോസ്ലി റിലേറ്റഡ് ദ ട്യൂബർക്കുലർ ഡയത്തിസിസ്. ക്ഷയരോഗത്തിൻ്റെ പ്രവണതയോട്, ഡയത്തിസിസ്, ആ ടെൻഡൻസിയോട്, ക്ഷയരോഗം വരുമോ, പാരമ്പര്യത്തിലുണ്ടാകാം, അല്ലെങ്കിൽ അതിൻ്റെ പ്രാഥമിക ലക്ഷണം ഉണ്ടാകാം. അങ്ങനത്തെ ഒരു അവസ്ഥയുള്ള കണ്ടീഷനോട് അഗാരിക്കസ് വളരെയധികം ചേർന്ന് നിൽക്കുന്നു. I remember starting out to prove tuberculinum on an individual I suspected would sensitive to it from his history and symptoms. ട്യൂബർക്കുലർ ചരിത്രമുള്ള ഒരാളിൽ, അത്തരം ലക്ഷണങ്ങൾ ഉള്ള ഒരാളിൽ, അതിനോട് സെൻസിറ്റീവ് ആണെന്ന് തോന്നിയ ഒരാളിൽ ട്യൂബർക്കുലിനം പ്രൂവ് ചെയ്യാൻ കെന്റ് ശ്രമിക്കുകയായിരുന്നു. എന്ത് സംഭവിച്ചു? ദ ഫസ്റ്റ് ഡോസ് ഓൾമോസ്റ്റ് കിൽഡ്. ഒറ്റ ഡോസ് അയാളെ ചാകാൻ പരുവമാക്കി. And considering the use that the substances it put in diagnosing the disease in cattle, it seemed to stir him up. അപ്പോൾ ഇത് കെന്റിന് അന്നത്തെ ചരിത്രം വെച്ച് പറയുകയാണ്. കാറ്റിൽ, പശുക്കളിലും മറ്റുമൊക്കെ ഉള്ള രോഗലക്ഷണങ്ങളിൽ ഇത് പ്രയോഗിച്ചുള്ള അനുഭവം വെച്ചുകൊണ്ട് കെന്റ് തോന്നി ഇത് ഇയാളെ സ്റ്റിറപ്പ് ചെയ്യുകയാണ്. ഇയാളിലുള്ള ടെൻഡൻസിയെ ട്യൂബർക്കുലിനം ഒന്ന് ഇളക്കി പുറത്തേക്ക് കൊണ്ടുവരികയാണ്. He became emaciated and looked as if he would die. ആകെ ശോഷിച്ച് ആൾ മരിച്ചു പോകുമെന്ന് തോന്നിപ്പോയി. I let it alone. ഞാനത് വെറുതെ വിട്ടു. കണ്ടോ, പ്രൂവിങ്ങിന് അത്തരം പ്രതിസന്ധികളുണ്ടാകുമ്പോൾ അഗാധമായ അറിവ്, അതുകൊണ്ടാണ് കെന്റ് സാധിച്ചത്. അതിനങ്ങ് വെറുതെ വിട്ടു. കാരണം മരിക്കില്ലെന്നുള്ള ഉറപ്പ്. കാരണം ഒറ്റ ഡോസേ കൊടുത്തിട്ടുള്ളൂ. ട്യൂബർക്കുലിനത്തിൻ്റെ എഫക്റ്റിനെ കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ട്. ഒറ്റ ഡോസേ കൊടുത്തിട്ടുള്ളൂ, അത് സ്മോൾ ഡോസായിരിക്കും. അതുകൊണ്ട് മരിക്കാൻ പരമായി ശോഷിച്ചു എങ്കിൽ പോലും ഞാനതിനെ അതിൻ്റെ വഴിക്ക് വിട്ടു. അതൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം. ആൻഡ് വാച്ച്ഡ് ആൻഡ് വെയിറ്റഡ് പേഷ്യൻ്റ്ലി, ക്ഷമാപൂർവം കാത്തിരുന്നു. ആൻഡ് ദ സിംപ്റ്റംസ് ഓഫ് അഗാരിക്കസ് കെയിം അപ്പ്. അവിടെയാണ് അതിൻ്റെ ഒരു ഓപ്പറേറ്റീവ് പാർട്ട്. അങ്ങനെ ഇരുന്നപ്പോൾ അഗാരിക്കസിൻ്റെ ലക്ഷണങ്ങൾ പൊങ്ങി വന്നു. ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് ടു റെമഡീസ് and confirmed Hering's observation of the relationship of agaricus to the tubercular diathesis. ക്ഷയരോഗത്തിൻ്റെ പ്രവണതയോട് അഗാരിക്കസിനുള്ള ബന്ധത്തെക്കുറിച്ച് ഹെറിങ് പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ കണ്ണുകൊണ്ട് കണ്ടു, ഞാനത് തെളിയിച്ചു,
ഞാൻ എന്നെ സുസ്ഥാപിതമാക്കി. കണ്ടോ, രണ്ട് മഹാപ്രതിഭകളുടെ സംഗമം കൊണ്ട് ചില ഔഷധങ്ങൾ തെളിഞ്ഞു വരുന്നത് നോക്കുക. അഗാരിക്കസ് ക്യൂർഡ് ഹിം ആൻഡ് ഫാറ്റൻഡ് ഹിം അപ്പ്. മരിച്ചു പോവുക എന്ന് തോന്നിയ കേസ്, ആ കേസിനെ അഗാരിക്കസ് സുഖപ്പെടുത്തി. അയാൾ തടി വെപ്പിച്ചെടുത്തു. ശോഷിച്ച് വല്ലാതെയായ ക്ഷയരോഗിയുടെ അവസ്ഥയിലായിരുന്ന ആളെ തടിപ്പിച്ചെടുത്തു. അഗാരിക്കസ് അയാളെ സുഖപ്പെടുത്തി. ഇത്രയും മനോഹരമായിട്ടാണ് എൻ്റെ അഗാരിക്കസിൻ്റെയും ട്യൂബർക്കുലിനത്തിൻ്റെയൊക്കെ എൻ്റെ ഒരു ചിത്രങ്ങൾ വരച്ചിടുന്നത് നോക്കുക. അഗാരിക്കസിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുക. ഇനി ഇദ്ദേഹം മനോഹരമായ വാങ്മയ ചിത്രങ്ങൾ തുടർന്നും കെൻറ്റ് വരച്ചിടുന്നുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അവ കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.